ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് വീഡിയോയുടെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനലിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ യു മസ്റ്റ് ബി സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഗോ ടു ദ വീഡിയോ. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ, എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല വീഡിയോ എടുക്കാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം കുറച്ച് മെസ്സിയാണ്. ആൻഡ് എൻ്റെ കയ്യിൽ ഉള്ള ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആൻഡ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് സെറ്റാക്കാം, ബാക്ക്ഗ്രൗണ്ടും സ്റ്റാൻഡൊക്കെ സെറ്റാക്കി അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. അറിയാം, 8ാം ക്ലാസ്സുകാരുടെ റിസൾട്ടൊക്കെ വന്നായിരുന്നു. ആൻഡ് ഞാൻ 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ റിസൾട്ട് എന്ന് പറയുമ്പോൾ തോറ്റോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും വിഷയക്ക് ഇ ഗ്രേഡ് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അല്ലാതെ മാർക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ 8ാം ക്ലാസ്സുകാരുടെ കൂട്ടത്തൊഴിൽ എന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കതിൽ കുറേ സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓൾ പാസ് സിസ്റ്റം ഇല്ലയെന്ന് തന്നെ കേട്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ് ഇത് ഇപ്പോൾ ഓൾ പാസ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് റിയൽ ആണോ എന്നൊക്കെ അറിയാം. കാരണം ആദ്യമായിട്ട് ഞാൻ ഓർത്ത് ചുമ്മാ അങ്ങനെയായിരിക്കും, ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെയാണ് ആദ്യം ഓർത്തത്. പക്ഷേ ഈ റിസൾട്ടൊക്കെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു, റിസൾട്ടൊക്കെ വരുമെന്നും. ഞാൻ വന്ന് ഇതുപോലെ റീ എക്സാമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ലാസ്റ്റ് ഭാഗമായപ്പോഴാണ് അറിയുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് 8, 9ഒക്കെ ബേസാണ്. ഇപ്പോൾ 9ാം ക്ലാസ് നല്ലോണം പഠിച്ചാൽ മാത്രമാണ് +1 കയറുമ്പോഴൊക്കെ നല്ലോണം പഠിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് +1. ആൻഡ് അതുകൊണ്ട് നമുക്ക് ഈ 8ാം ക്ലാസ്സിലൊക്കെ ഈ ഓൾ പ്രൊമോഷൻ ഇല്ലാത്തൊരു പരിപാടി, അത് കുറച്ചും കൂടെ നല്ല കാര്യമായിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒരു 2 ലക്ഷത്തിലധികം പിള്ളേർ ഇപ്പോൾ തോറ്റെന്ന് പറഞ്ഞല്ലോ. ഈ തോറ്റ പിള്ളേരായിരിക്കും ചിലപ്പോൾ ഈ ഓൾ പാസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കയറി പോകുന്നത്. അപ്പോൾ അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ അവർക്ക് ബേസ് അറിയുന്നുണ്ടാവില്ല. അത് കൂടുതൽ വലിയ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോഴത്തേക്കും അത് ഭയങ്കര പ്രശ്നമാവും. അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഇസ് ഗുഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചിലവർക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്നോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടാകും. കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ആദ്യം കേട്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതവും പേടിയൊക്കെയാണ് തോന്നിയത്. ആൻഡ് ഇത് എന്തിനാണെന്നൊക്കെ തോന്നിയിട്ട് വരെ ഉണ്ട് എനിക്ക്. ആൻഡ് ഇപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഇതെങ്കിലും, ഇനി അടുത്ത വർഷം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 9ത്തിലേക്ക് കയറുമ്പോൾ 9ത്തിലും ഉണ്ട് ഈ ഒരു പങ്ക്. കാരണം കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു, 9ത്തിൽ ഇല്ലായിരുന്നു, 8ത്തിനായിരുന്നു. ആൻഡ് ഈ കൊല്ലം ഈ 9ത്തിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 8ാം ക്ലാസ്സിൽ കാണിച്ച പോലെ ഇനിയും പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അടപടലം പൊട്ടി താഴെ വീഴേണ്ടി വരും. അതുകൊണ്ട് ആദ്യം തൊട്ട് തന്നെ ഇരുന്ന് പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിത് പറയാൻ ഒരു അർഹതയുമില്ല. കാരണം ഞാനും 8ാം ക്ലാസ്സിൽ പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു ഞാനും. എന്ന് വെച്ചാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എനിക്ക് എന്ത് ചെയ്താലും എനിക്കൊരു ടോപ്പ് ലെവലെത്തുന്നത് സോഷ്യൽ സയൻസിന് മാത്രമാണ് കേട്ടോ ഞാനൊരു ടോപ്പ് ലെവലൊക്കെ ഉള്ളത്. ബാക്കി എല്ലാത്തിനും അത്യാവശ്യം ആവറേജ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ലൊരു ടോപ്പ് ലെവൽ മാർക്കൊന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അനുഭവമുണ്ട്. കാരണം ഞാൻ 7ൽ നിന്ന് 8ലേക്ക് വന്നപ്പോൾ എനിക്ക് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ മാർക്കിലായിക്കോട്ടെ, എൻ്റെ പഠിത്തത്തിലായിക്കോട്ടെ, എല്ലാം തകിടം മറിഞ്ഞ് മാറിപ്പോയൊരു കാര്യമായിരുന്നു എനിക്ക് ഹൈസ്കൂളിലേക്ക് പോയപ്പോൾ എനിക്കുണ്ടായത്. അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ. ഇപ്പോൾ 7ൽ നിന്ന് 8ലേക്ക് കയറുന്നവരായാലും നല്ലോണം സൂക്ഷിക്കണം. ഇപ്പോൾ സിലബസൊക്കെ മാറിപ്പോൾ അവരുടെ സിലബസും കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ച സിലബസിനാണെങ്കിൽ ഇപ്പോൾ 7ൽ നിന്ന് 8ലേക്ക് കയറിയപ്പോൾ എനിക്ക് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ എല്ലാ വിഷയങ്ങളായിക്കോട്ടെ കുറച്ചും കൂടെ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ കുറച്ച് പുതിയതായിട്ട് വരുന്നുണ്ട്. പഠിക്കാൻ ആദ്യമൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടാവും, അത് കഴിയുമ്പോൾ കുറച്ച് ഹാർഡ്നെസ്സൊക്കെ തോന്നും. എങ്കിലും നല്ലോണം പഠിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് 9ത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം. ആൻഡ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൊട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റഡി പ്ലാനൊക്കെ നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേയൊക്കെ ആയിട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ അവധിയല്ല. ഇപ്പോൾ അവധിയായിട്ട് എല്ലാവരെയും ഞാൻ ഇത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അവധിയൊക്കെ സന്തോഷമായിട്ട് ആഘോഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ പഠിക്കുന്ന കാര്യത്തേക്ക് ചെന്നാൽ മതി. പക്ഷേ എൻ്റെ ഒരു പേടി കൊണ്ട് ഞാൻ ഇപ്പോൾ തൊട്ടേ കുറച്ചൊക്കെ പഠിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിക്കോട്ടെ, അവരൊക്കെ 10ാം ക്ലാസ്സിൻ്റെയൊക്കെ ഇപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഞാനും കുറച്ചായിട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് കയറുന്നുണ്ട്. ആൻഡ് ഹിന്ദി ആണെങ്കിലായാലും എനിക്ക് കുറച്ച് പാടാണ് ഹിന്ദി. പക്ഷേ
അത് അത്ഭുതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷയത്തിൽ തോറ്റത് ഹിന്ദിക്കും ഏറ്റവും കുറവ് വിഷയത്തിൽ തോറ്റത് ഇംഗ്ലീഷിനുമാണ്. ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം നല്ല ഈസിയാണ്, പക്ഷേ ഗ്രാമറും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ പൊട്ടും, അത് വേറെ കാര്യം. എൻ്റെ ഹിന്ദി എന്ന് പറയുമ്പോൾ എനിക്ക് സെൻറ്റൻസ് എഴുതാറിയില്ല, അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പോയിൻ്റ് ഔട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഹിന്ദിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ 2 മാസം ഉള്ളതുകൊണ്ട് കുറച്ച് പഠിച്ച് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ മാസം ഞാൻ ഹിന്ദിയുടെ കുറച്ച് ബേസിക് വേർഡ്സൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യം തൊട്ടേ ചെയ്ത് വരേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ചെയ്ത് വന്നില്ലാത്തതുകൊണ്ട് എനിക്ക് സെൻറ്റൻസ് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു മാസം ഞാൻ കുറച്ച് ബേസിക് വേർഡ്സൊക്കെ എഴുതി ഇതുപോലെ ഞാൻ പേപ്പറിൽ എഴുതി, കണ്ടൊന്ന് കാണാമോ, പേപ്പറിൽ എഴുതി ഇതുപോലെ വെക്കും. എന്നിട്ട് ഓരോ ദിവസം കുറച്ച് വേർഡ്സൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇതുപോലെ ടിക്കിട്ട് കൊടുക്കും. പഠിച്ച വേർഡ്സൊക്കെ ടിക്കിട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെയായിരുന്നു ഞാനിത് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ഞാൻ കുറേ ഉണ്ട്, കണ്ടോ, കാണാൻ തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ സെൻറ്റൻസൊക്കെ പഠിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെറിയ സെൻറ്റൻസൊക്കെ എഴുതി അങ്ങ് പഠിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കുഞ്ഞു സെൻറ്റൻസൊക്കെ പഠിച്ചു. ഇതിലെ ഓരോ ഗ്രാമേഴ്സൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഉണ്ടോ. ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ഹിന്ദി ഇപ്പോൾ 8ാം ക്ലാസ്സിൽ എനിക്ക് പാടാൻ നല്ലോണം മനസ്സിലായി. 7ാം ക്ലാസ്സിൽ കളിച്ച കളിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുങ്ങിക്കിട്ടി അങ്ങ് ഇറങ്ങി അങ്ങ് പഠിക്കാൻ. എന്നിട്ട് ഞാൻ സ്വയം ഒരു 8ാം ക്ലാസ്സിലൊരു കഥയുടെ എന്തായിരുന്നു ഇത്, കത്താണോ ഡയറിയാണോ എന്തോ ഒരു കുന്തം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ സ്വയം എഴുതിയതാട്ടോ. നിങ്ങൾ കണ്ടോണം, ഞാനിത് സ്വയം എഴുതിയതാണ്. ഇതുകൊണ്ട് എനിക്ക് ഇത്രയും ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എഴുതിയതാണെങ്കിലും ഞാൻ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം അന്നേരം എക്സാം എഴുതുമ്പോൾ ഞാൻ സ്വന്തം എൻ്റെ സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഒരു ഫസ്റ്റ് ടൈമൊക്കെ എക്സാം ആയി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. ഞാൻ 9ാം ക്ലാസ്സിലേക്ക് ഞാൻ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏതൊക്കെയാണെന്നേ ഇതുപോലെ ഫയലുകളിലൊക്കെ ആക്കി ഞാൻ മാറ്റി വെച്ചേക്കണം. എൻ്റെ 2 ഫയലുണ്ട്. അതുപോലെ 2 ഫയലുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, കണ്ടോ. 2 ഫയലും കാര്യങ്ങളുണ്ട്. 2 ഫയലിലും ഓരോ കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പം പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എൻ്റെ കയ്യിൽ 2 ബുക്കുണ്ട്. ഈ ഒരു ബുക്ക് ഉണ്ടോ. ഇതിനകത്ത് ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചാൽ, എൻ്റെ മാത്സിൽ നമ്മൾ സാധാരണ ഓൾജിബ്രയൊക്കെ പഠിക്കുന്ന കാലത്ത്, ഓൾജിബ്ര പഠിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം അത് കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഓൾജിബ്രയൊക്കെ പഠിക്കാൻ തുടങ്ങും. അന്നേരമൊക്കെ നല്ല എളുപ്പമാണ്. ഓൾജിബ്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്കത് എക്സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ 3ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് സർക്കിൾ മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ. അതിനകത്ത് സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും, ഏരിയ തന്നെ πr², പെരിമീറ്റർ 2πr, ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ക്യൂരിയോസിറ്റി തോന്നിയിട്ട്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. ആദ്യമായിട്ട് പഠിക്കണോണ്ട് ചുമ്മാ ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത് പഠിക്കണമെന്ന് എന്തൊരു ആകാംക്ഷയാണ്. വേറൊന്നും ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്സാണ്. അതിനുള്ളിൽ പഠിക്കുന്ന മാത്സാണ്. കാരണം മാത്സ് കുറച്ച് ടഫാണ് എനിക്ക്. ടഫല്ല, ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ മാർക്ക് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതായിരുന്നു എനിക്ക് കുഴപ്പം. ഓവർ കോൺഫിഡൻസ് ആണ് എനിക്ക്. അതുകൊണ്ട് മാത്സ് തന്നെയാണ് ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്. മാത്സൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നതാണ് UP വെച്ചിട്ടൊക്കെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ 7ാം ക്ലാസ്സിലെ മാർക്കൊക്കെ. അതൊക്കെ ഒരു കാലമായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ പാരലൽ ലൈൻസ് അല്ലേ, പാരലൽ ലൈൻസ് കണ്ടോ, പാരലൽ ലൈൻസ്. അപ്പോൾ ഇതെനിക്ക് ഈ ചാപ്റ്റർ കുറച്ച് എനിക്ക് ടഫായിട്ട് തോന്നി കേട്ടോ. കാരണം ഇടയ്ക്ക് ചിലതൊക്കെ എനിക്ക് ടഫായിട്ട് തോന്നി. അത് മനസ്സിലാക്കാൻ കുറച്ച് പാട് തോന്നും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് പഠിക്കണോണ്ടായിരിക്കും. സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ ശരിയായിക്കോളും. അടുത്തതാണ് ഇത് ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഏതാണ് ചാപ്റ്ററിൻ്റെ പേര്?
വേറിഫിക്കേഷൻസ്. ഇത് ഞാൻ 8ാം ക്ലാസ് അടയ്ക്കുന്ന മുമ്പ്, സ്കൂളൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മറ്റേ സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിസ്ട്രിയുടെ മാത്സിൻ്റെ ഈ ഒരു ഇതും കണ്ടായിരുന്നു. അന്നേരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. പഠിച്ചപ്പോഴും അതുപോലെ തന്നെയാണ്. ആദ്യം പഠിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ. ആൻഡ് കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് പഠിച്ചതിൻ്റെ വേറിഫിക്കേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പേപ്പർ തീർന്നു പോയത്. അത് കഴിഞ്ഞപ്പോൾ ബുക്ക് വാങ്ങിച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കി ഞാൻ എൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. ബുക്കിൽ എഴുതിയേക്കുന്നത് ഇത് ഞാൻ മാറ്റി വെച്ചു. ആൻഡ് ഫിസിക്സ് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഫിസിക്സ് എന്നതാണോ കെമിസ്ട്രി എന്നതാണോ, കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. പഠിക്കാൻ എന്തൊരു ക്യൂരിയോസിറ്റിയൊക്കെ കുറച്ച് തോന്നുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ 10ാം ക്ലാസ്സിൽ നിന്ന് വന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സാണല്ലോ. എത്ര ഡിഫിക്കൽട്ടായിരുന്നു ആ ചാപ്റ്റർ. ഇപ്പം സിലബസ് മാറിയില്ലായിരുന്നെങ്കിൽ ഞാൻ പഠിക്കുമായിരുന്നെങ്കിൽ ആ ചാപ്റ്റർ എനിക്ക് എത്രത്തോളം മനസ്സിലായിരിക്കും എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ അടിപൊളി സിമ്പിൾ ചാപ്റ്ററായിരുന്നു. കണ്ടു, നല്ല സിമ്പിളായിരുന്നു ചാപ്റ്റർ. സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, അത് എന്താണ്, അതിൻ്റെ എന്തായിരുന്നു, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. ഇത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എനിക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ 8ാം ക്ലാസ്സിൽ വെച്ച്. അത് ആദ്യത്തെ കേട്ടോ. അന്നേരം പിന്നെ പഠിക്കണ്ടല്ലോ. ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞില്ലല്ലോ. 8ാം ക്ലാസ്സിനെ ബേസാക്കി ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് തുടങ്ങി യുദ്ധം. അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പിന്നെ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് പഠിക്കാൻ. അപ്പോൾ നല്ലോണം എളുപ്പമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നല്ലോണം ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒന്നും പഠിക്കുന്നില്ല. എന്താണെന്നറിയത്തില്ല. കുറേ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ കയറുമ്പോൾ ഇത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ മാറ്റങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് കാണുന്നത്. ഇപ്പോൾ പഠിക്കുന്ന ഒന്നും കാണുന്നില്ല. ഞാൻ കുറേ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഈ പബ്ലിക് എക്സാമൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഓരോ ചാനൽസ് ഈ മെഗാ മാരത്തോൺ ലൈവ് ഒക്കെ ഇടത്തില്ലേ, അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം. അവിടെ നിന്ന് പറയുന്നത് അത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ അടുത്ത ചാപ്റ്റർ അങ്ങനെ ഓരോ നമ്പർ പോയിട്ടില്ലായിരുന്നു. എന്നുവെച്ചപ്പോൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, അടുത്തൊരു ചാപ്റ്റർ പഠിപ്പിച്ചു. നെക്സ്റ്റ് പഠിപ്പിക്കുന്നത് 2ാമത്തെ ചാപ്റ്റർ ആവില്ല, ചിലപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. അങ്ങനെ മാറിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചു പോകുന്നത്. എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു കാര്യം കൂടെ കാണിക്കണമെന്നുണ്ട്. എൻ്റെ 8ലെയും 7ലെയും എൻ്റെ ആൻസർ പേപ്പർ, ഇതിനകത്ത് തന്നെ എനിക്ക് കണ്ടാൽ തന്നെ നല്ലോണം മനസ്സിലാവും എനിക്ക് 7ൽ നിന്ന് 8ലേക്ക് കയറിയപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കുറച്ചായിട്ട്. എനിക്ക് ഈ മൈക്ക് കൈ പിടിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ സൈഡിൽ വീഡിയോ ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ബയോളജിയാണ്. എൻ്റെ ബയോളജി എടുക്കൂ. ബയോളജി ഓക്കെ. ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നാണെന്നറിയോ, എന്നൊക്കെ പറയുന്നത് എനിക്ക് മാർക്ക് നല്ലോണം കുറവാണ്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, എൻ്റെ ബയോളജിക്ക് കിട്ടിയ മാർക്കാണ് ഇതെനിക്ക് തോന്നുന്നു 2nd ടൈം എക്സാമിനും കണ്ടാണ്. എൻ്റെ ബയോളജിക്ക് കിട്ടിയ മാർക്കാണ് 20ൽ 11.5. കേട്ടോ, ഇത്രയേ ഉള്ളൂ എൻ്റെ മാർക്ക്. ഇതെനിക്ക് അത്ര വലിയ മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് എങ്ങനെയൊക്കെ കിട്ടിയത്. എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറല്ല, ആൻസർ പേപ്പർ ഞങ്ങൾക്ക് ഈ ആൻസർ പേപ്പറിൻ്റെ ഇത്രയാണ് മാർക്ക് ഞങ്ങളുടെ ഡയറിയിൽ എഴുതും. അത് കഴിഞ്ഞ് തിരിച്ച് ടീച്ചറിൻ്റെ കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് പാരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടും. അങ്ങനെയാണ്. അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് പേപ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഉള്ള പേപ്പർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആദ്യം ഞാൻ കാണിച്ച ബയോളജിയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ബയോളജി. കാരണം ഇതിനകത്ത് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനും കുറേ പ്രോസസ്സൊക്കെ പഠിക്കാനും, കുറേയല്ല കുറച്ച് കാര്യങ്ങൾ. കുറേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഒത്തിരി കൂടിപ്പോയി.
ഇതിനകത്ത് നമുക്കറിയാം ബയോളജി എന്ന് പറയുമ്പോൾ കുറേ കട്ടിയായിട്ടുള്ള കുറേ സയൻസിൻ്റെ പേരുകളുണ്ട്, കുറേ സയൻറ്റിസ്റ്റുകളുടെ പേരുണ്ട് കട്ടിയായിട്ടൊക്കെ. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് പഠിക്കാൻ. അതുപോലെ പിന്നെ ഒരു ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ, എനിക്ക് എൻ്റെ അമ്മ എൻ്റെ തല കയറാവുന്ന അത്രയും ഞാനിരുന്ന് പഠിച്ചു. എനിക്കത് ഒട്ടും പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. ക്ലാസിഫിക്കേഷൻ്റെ ചാപ്റ്റർ കുറച്ച് പാടായിരുന്നു എനിക്ക്. ബാക്കിയെല്ലാം ഓൾറെഡി എനിക്ക് കുറച്ച് ഇതായിരുന്നു. എനിക്ക് ബയോളജി പഠിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം എന്താ, ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഏത് 6ലോ 7ലോ മേ ബി. അത് നമ്മുടെ ടീത്തിനെ കുറിച്ച് പഠിക്കാൻ, മറ്റേ മോളാറ്, പ്രീ മോളാറ്, ഇൻസിസറ്, കനൈന്, അതൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു ചാപ്റ്റർ. ആ ചാപ്റ്റർ പഠിച്ചോടെ എനിക്ക് എന്തായി, എനിക്ക് ബയോളജിയോട് കുറച്ചും കൂടെ പഠിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നി. പക്ഷേ എനിക്ക് 8ലേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടെ അത് മാറിപ്പോയി. ഞാനൊക്കെ വിചാരിച്ചത് ഇതുപോലെ ഇൻസിസറ്, കനൈൻ അതൊക്കെ ആണെന്നാണ്. അങ്ങനത്തെ പല്ലുകളും മനുഷ്യരുടെ ബോഡികളെക്കുറിച്ചും അതൊക്കെയാണ്. പക്ഷേ എൻ്റെ പൊന്നോ ദൈവമേ, സയൻറ്റിസ്റ്റുകളുടെയൊക്കെ പേര് കേട്ടപ്പോൾ തല കറങ്ങിപ്പോയി. അത്രയ്ക്കും ഒരു ഇതായിരുന്നു. നെക്സ്റ്റാണ് നമ്മുടെ കെമിസ്ട്രി. കെമിസ്ട്രി കണ്ടോ? അയ്യോ, ഇത് 0 ആണെന്നാരും വിചാരിക്കരുത്. 20ൽ 9ആണ്. നിങ്ങൾക്ക് തല തിരിഞ്ഞാലേ കാണണേ, ഞാൻ ഫോട്ടോ ഇടാം അതിൻ്റെ. നിങ്ങൾക്ക് ചിലപ്പോൾ തല തിരിഞ്ഞായിരിക്കും കാണണേ. 20ൽ 9ആണ്, മുട്ട 0 അല്ല. ഫസ്റ്റ് കാണിച്ചപ്പോൾ 0 പോലെ തോന്നി. ഇത് അത്യാവശ്യം കുറച്ചും കൂടെ ഇതാണ്, കുഴപ്പമില്ല. 9 എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കുറവാണ്, കുഴപ്പമില്ല. എനിക്കിതൊക്കെ ഇല്ല, ഇപ്പം ഇരുന്ന് നോക്കുമ്പേ വളരെ ഒരു ഇതാണ്. അന്നേരം പഠിച്ചാൽ മതിയായിരുന്നു, കുറച്ചും കൂടെ നന്നായിട്ടിരുന്ന് പഠിച്ചും കുറച്ചും കൂടെ മാർക്ക് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞു. ഇതെനിക്ക് സെയിം മാർക്കാട്ടോ. എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഫിസിക്സ് അല്ല, കെമിസ്ട്രി ഫിസിക്സ് സെയിം മാർക്കാണ്, 20ൽ 11. ആൻഡ് ഫിസിക്സ് എനിക്ക് സാധാരണ പാടായിരുന്നെന്നാണ് ഓർത്ത് ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് നേരത്തെ അറിഞ്ഞുപോയി. അല്ല, കെമിസ്ട്രി പാടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി പാടായിരുന്നു, ഫിസിക്സ് എളുപ്പമായിരുന്നു പരീക്ഷയ്ക്ക്. ശരിക്കും ഫിസിക്സ് പാടും, കെമിസ്ട്രി എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പരീക്ഷ വന്നപ്പോൾ നേരെ തിരിഞ്ഞു പോയി. ഇങ്ങനെ കിട്ടിയൊരു മാർക്കാണ് ഇതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പരീക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. കാരണം 3 പരീക്ഷയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ ബയോളജിക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അങ്ങനെയൊക്കെ എഴുതുമ്പോൾ കുറച്ച് പാടായിരുന്നു. അത് നല്ലതാണ്, ടൈം മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മലയാളം ഇത് 20ലാണ്, 30ലാണ്, 40ലാണല്ലേ മലയാളം 40ലാണല്ലേ, എനിക്കറിയത്തില്ല. 30ലാണോ? ഞാൻ 20ലാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. 40ലായിരിക്കും. ഓക്കെ, 40ലാണെന്ന് തോന്നുന്നു. 25 മാർക്കുണ്ട് മലയാളം ഫസ്റ്റ്. സാധാരണ എല്ലാവർക്കും മലയാളം ഫസ്റ്റ് പാടാം, മലയാളം സെക്കൻഡ് ഈസിയാണ്. എനിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ മാർക്കിൽ എന്തോ ഒരു വ്യത്യാസം. എൻ്റെ മലയാളം സെക്കൻഡ് 27. ഇത് × 2 എന്ന് ഇട്ടേക്കുന്നത്. 27 × 2 എനിക്കതറിയത്തില്ല. എന്തായാലും 27 വേണ്ട, 27. എനിക്കറിയില്ല, ഞാൻ മലയാളത്തിൻ്റെ മാർക്ക് അത്രയും നോക്കാറില്ല. കാരണം എനിക്ക് മലയാളം കുറച്ച് ഈസിയാണ്. അതുകൊണ്ട് എനിക്ക് രണ്ടിനും കുറച്ച് നല്ല മാർക്കുണ്ട്. രണ്ടിനും മാത്രമേ എനിക്ക് കുറച്ച് നല്ല മാർക്കുള്ളൂ. എൻ്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മാത്സിൻ്റെയാണ്. എനിക്ക് സെക്കൻഡ് ടൈം അല്ല ഇത് ഫസ്റ്റ് ടൈമിൻ്റെ ആണെന്ന് തോന്നുന്നു. 40ൽ 25 ഉണ്ട്. അതിനകത്ത് കാണുമ്പോൾ 6 പോലെ തോന്നുന്നു. 5 ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈമിൻ്റെയാണ്. സെക്കൻഡ് ടൈമിൻ്റെ അറിഞ്ഞ വളരെ പ്രശ്നങ്ങളാണ്. എന്തായാലും എനിക്ക് 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് നല്ല മാർക്കുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല മാർക്കുകളുണ്ട് എനിക്ക്. അത്രയൊക്കെയാണ് എൻ്റെ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. നല്ലോണം ലോങ് ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എനിക്കതൊക്കെ അറിയാം. ഇനി എഡിറ്റ് ചെയ്ത് കുഞ്ഞതാക്കിയൊക്കെ വരണം. ഓക്കെ, എന്തായിരുന്നു ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ഞാൻ ഒരു സ്റ്റഡി വ്ളോഗും അതുപോലെ ഇപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കൂടുതൽ വീഡിയോസ് ആയിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പഠിക്കുന്ന ആയാലും 9ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഇനി കുറേ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ വീഡിയോസൊക്കെ ആയിട്ട് ഇടാം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.